എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊക്കെ ഓരോ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് അല്ലേ? കുടുംബജീവിതത്തിന് ഒരുപാട് പ്രാധാന്യവും മൂല്യവും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിച്ച് ജീവിതത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളത്, അതാണ് കുടുംബം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ പറയുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. തീർച്ചയായിട്ടും ഇമ്പം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സ്നേഹം, ഇഷ്ടം, മാധുര്യം, സുഖം, സന്തോഷം, അങ്ങനെ കുറേ അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതൊക്കെ കൂടിച്ചേരുമ്പോൾ അത് നല്ലൊരു കുടുംബമാകുന്നു. നല്ലൊരു വാക്കാണ് അല്ലേ? വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്ക്. എന്നാൽ നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങളുടെയും അവസ്ഥ പക്ഷേ ഇങ്ങനെയൊന്നുമല്ല. അത്രത്തോളം സന്തോഷവും സമാധാനവും സംതൃപ്തിയും സുഖവും ഒക്കെ ഒരു കുടുംബ ജീവിതത്തിൽ രൂപപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഇല്ല എന്ന് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ ഈ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ കുടുംബജീവിതം സന്തോഷിക്കപ്പെടാത്തത്, ആസ്വദിക്കപ്പെടാത്തത്, ആഘോഷിക്കപ്പെടാത്തത്? അത് ഒരു വലിയ ചോദ്യം മാത്രമല്ല, അത് കണ്ടെത്തേണ്ടതായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടി നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. കാരണം മരണം വരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒന്നാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അവിടെ സന്തോഷങ്ങളും സംതൃപ്തിയും ഒക്കെ ജീവിതകാലം മുഴുവൻ നമ്മൾ കൊണ്ട് നടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് അത് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ ഭംഗിയൊന്നും കണ്ടെത്താനാവില്ല. അതുകൊണ്ട് കുടുംബജീവിതം എപ്പോഴും മനോഹരമായിട്ട് നിലനിർത്താനാവണം. എങ്ങനെയാണ് നമുക്കത് സാധ്യമാവുക? എങ്ങനെയാണ് നമ്മളത് കണ്ടെത്തേണ്ടത്? എന്ത് കാര്യമാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് നമ്മുടെ സംസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ ഇങ്ങനെ വിള്ളലുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്? കുടുംബത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു നാടാണ് നമ്മുടേത്. എന്നിട്ട് പോലും ആ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ വിവാഹമോചനത്തിന്റെ ഭാഗമായിട്ട് കടന്നു പോകുന്ന ആളുകളാണ്. ഒരാളെ ഒഴിവാക്കിയിട്ട് മറ്റൊരാളുടെ ലൈഫിലേക്ക് കടന്നു പോകുന്നു. അവിടെയും സക്സസ് ആവുമോ എന്ന് ചോദിച്ചാൽ ആവാൻ വഴിയില്ല. അവിടെയും ഇതേ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ അസ്വസ്ഥതകൾ, ഈ മടുപ്പും ബോറടിക്കലും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ? ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യ മനസ്സിന് ബോറടിക്കും എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് ഒരേ കാര്യം നമ്മൾ എന്ത് കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്യുകയോ ചെയ്യുന്നത് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അത് ഒരു മനുഷ്യ മനസ്സിനെ സംബന്ധിച്ച് ബോറടിക്കും. നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു പാട്ട് തന്നെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. നിങ്ങൾ ഒരു ഭക്ഷണം തന്നെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും. രാവിലെ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കരുതി എല്ലാ ദിവസവും ദോശ തിന്നു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും അല്ലേ? ഇവിടെ ഒരു ചോദ്യമല്ലേ, നമ്മുടെ ഒരു ജീവിത പങ്കാളി, കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പാർട്ടാണ് പങ്കാളി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ എല്ലാ ദിവസവും മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ഇവിടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പോയിന്റിലേക്ക് വരുന്നത്. അതായത് ആളുകളെ മാറ്റുക എന്നുള്ളതല്ല, ജീവിതത്തോടുള്ള നമ്മുടെ സമീപനമാണ് മാറേണ്ടത്. അതായത് നമ്മുടെ ജീവിത പങ്കാളിയോടൊപ്പമുള്ള നിമിഷങ്ങൾ, എല്ലാ നിമിഷങ്ങളും ഒരേപോലെ ആകുമ്പോൾ, എല്ലാ ദിവസങ്ങളും ഒരേപോലെ ആകുമ്പോൾ അവിടെ ബോറടിക്കും. അവിടെ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനങ്ങൾ മാറേണ്ടതുണ്ട്. ഓരോ ദിവസവും ജീവിതത്തോട് മനോഹരമായിട്ട് വ്യത്യസ്തമായ രീതിയിൽ ബിഹേവ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് അവനവൻ്റെ കുടുംബജീവിതവും അവനവൻ്റെ വ്യക്തി ജീവിതവും സുന്ദരമാവുന്നത് എന്ന് മറന്നു പോകണ്ട. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യാനാവും. അവനവൻ്റെ വീട്ടിൻ്റെ അറ്റ്മോസ്ഫിയറും അന്തരീക്ഷങ്ങളും ഒക്കെ ഒന്ന് മാറ്റണ്ടേ? എപ്പോഴും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ കിടന്നുറങ്ങുന്ന ഒരു മുറി നമുക്ക് വല്ലപ്പോഴുമൊക്കെ അതിലൊരു മാറ്റം കൊണ്ടുവരാനാവണം. വലത് ഭാഗത്താണ് ഇത്ര നാളും കിടന്നതെങ്കിൽ ആ കട്ടിലും കിടക്കയും ഒക്കെ ഒന്ന് മാറ്റുക. മറ്റുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് അതിൻ്റെ അറ്റ്മോസ്ഫിയർ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ആ മുറിയുടെ സ്വഭാവം മാറും. ആ മുറിയിലേക്ക് കയറി വരുന്ന ആളുടെ മനസ്സിനും ആ മാറ്റമുണ്ടാകും. വീടിൻ്റെ അന്തരീക്ഷങ്ങളിൽ മാറ്റമുണ്ടാവുക. നിങ്ങൾക്ക് ഒരു ഞായറാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാറുള്ളത്? വളരെ നിർജീവമായി പോകുന്ന അവധി ദിവസങ്ങളാണ് നമ്മുടെ മിക്ക ആളുകളുടെയും ലൈഫിൽ സംഭവിക്കാറുള്ളതെന്നാണ്. ഓരോ ഞായറാഴ്ചയും അല്ലെങ്കിൽ ഓരോ അവധി ദിവസങ്ങളെയും വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് ബിഹേവ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരവധി ദിവസത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കും. ഒരവധി ദിവസത്തെ ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടെ അതിനെ ചേർത്ത് പിടിക്കും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൺഡേ ഒരു സിനിമയ്ക്ക് പോകാം, അതൊരു വ്യത്യസ്തതയാണ്. അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് നല്ലൊരു ഫുഡ് ഉണ്ടാക്കാം. ഇത്ര നാളും ഭാര്യയല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ ഞായറാഴ്ച
എൻ്റെ വക ഞാൻ ഭക്ഷണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് കരുതി അവർക്ക് അല്ലെങ്കിൽ ജീവിത പങ്കാളിക്കൊന്ന് റെസ്റ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ ഗാർഡനൊക്കെ ഇല്ലേ, പൂക്കളും അത് ചെടികളും ഒക്കെ, അതൊക്കെ നന്നായിട്ടൊന്ന് റെഡിയാക്കുക. ആ ഗാർഡനൊക്കെ സുന്ദരമാക്കുക. വീടിൻ്റെ അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ വീട്ടിലുള്ള ആളുകളുടെ മനസ്സിനും മാറ്റങ്ങൾ ഉണ്ടാകും. അതൊക്കെ പോട്ടെ, ഇത്ര നാളും വീട്ടിലല്ല ഭക്ഷണമൊക്കെ കഴിച്ചത്, ഇനിയൊന്ന് പുറത്തു പോകാം. രാവിലെ നമുക്കൊന്ന് ഇറങ്ങി പാർക്കിലൊക്കെ പോയി അവിടെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് വളരെ ഫ്രീ ആയി വൈകുന്നേരം നമുക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാം. അങ്ങനെ മാറ്റങ്ങൾ, ജീവിതത്തിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരുമ്പോൾ ജീവിതം മനോഹരമാകും. പക്ഷേ മിക്ക വീടുകളിലും സംഭവിക്കുന്ന എന്താണ്? രാവിലെ എഴുന്നേൽക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നിങ്ങൾ ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ വലിയ മാറ്റമൊന്നുമില്ല. എല്ലാ ദിവസത്തെയും പോലെ തന്നെ വൈകുന്നേരം വരെ അതങ്ങ് കടന്നു പോകും. അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. വരുമ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോണൊക്കെ നോക്കി ടി വി ഒക്കെ നോക്കി രാത്രി ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസവും ഇതേ രീതി തന്നെയാണ്. ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും, ജോലിക്ക് പോകാത്ത സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ രാവിലെ മക്കൾക്ക് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഇത്തിരി സമയമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് വീടൊക്കെ വൃത്തിയാക്കി വീണ്ടും ഉച്ചഭക്ഷണം റെഡിയാക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ മക്കളൊക്കെ വരുന്നു, അവർക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, ഭർത്താവ് വരുന്നു, അവർക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, രാത്രി ഭക്ഷണം, ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസവും ഇതേ രീതി തന്നെ. റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതെല്ലാം മനുഷ്യ മനസ്സിന് മടുപ്പുണ്ടാക്കുമെന്ന വലിയ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. പ്രകൃതി മനുഷ്യ മനസ്സിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ് വസ്തുത. അത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞു മക്കളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. മക്കളൊക്കെ കൂട്ടിയിട്ട് ഒരു ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ ഒരു ഉത്സവ പറമ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ കുട്ടികൾ തിരയുന്നത് അവരുടെ കളിപ്പാട്ടങ്ങളിലേക്കായിരിക്കും. കളിപ്പാട്ടങ്ങളൊക്കെ നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് വാശി പിടിക്കും. വാശി പിടിച്ച് പിന്നെ ഒച്ചപ്പാടും ബഹളവും നിലവിളിയും ഒക്കെ ആയിട്ട് മാറും. ഒടുവിൽ നിവൃത്തി കെട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുന്നു. കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം അത് വളരെ വളരെ വലുതായിരിക്കും. അങ്ങനെ വീട്ടിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ ഈ കളിപ്പാട്ടങ്ങളോടൊപ്പം കുറേ സമയം അവർ ചെലവിടുന്നതും കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമായി കഴിഞ്ഞാൽ ഈ കളിപ്പാട്ടത്തെക്കുറിച്ച് അവർക്ക് ഓർമ്മയേ ഉണ്ടാവില്ല. അതിനെക്കുറിച്ചുള്ള ചിന്തകളെ മനസ്സിലില്ല. പിന്നെ സംഭവിക്കുന്നത് എന്താണ്? മറ്റൊരു കളിപ്പാട്ടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവര്. ഇത് വിട്ടുകഴിഞ്ഞു, ഇനി അടുത്ത വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കും. ജീവിതത്തിൽ മനുഷ്യ മനസ്സിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, പ്രകൃതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുതുമകളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ്, വ്യത്യസ്തതകളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ്. ഇവിടെയാണ് നമ്മൾ ജീവിതത്തോട് മടുപ്പ് തോന്നുന്ന നിമിഷങ്ങളെ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ട് മടുപ്പ് തോന്നുന്നു? സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതെല്ലാം, അത് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും കാണുന്ന കാഴ്ചകളാണെങ്കിലും കേൾക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതിനോടെല്ലാം മനുഷ്യ മനസ്സിന് മടുപ്പുണ്ടാകും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ എന്തുണ്ടാവണം? വ്യത്യസ്തതകൾ കൊണ്ടുവരാനാവണം. ദാമ്പത്യ ജീവിതം മടുപ്പില്ലാതെ ബോറടിക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ വ്യത്യസ്തതകൾ കൊണ്ടുവരണം. ഇന്ന് എങ്ങനെയാണോ ജീവിച്ചത് ഇതിൽ നിന്നും വ്യത്യസ്തമായ നാളെ മറ്റൊരു രീതിയിൽ ആ ദിവസത്തെ മാനേജ് ചെയ്യാൻ കഴിയണം. മറ്റൊരു രീതിയിൽ ജീവിതത്തോട് ബിഹേവ് ചെയ്യാൻ, ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തോട് ബിഹേവ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് കുടുംബജീവിതവും വ്യക്തി ജീവിതവും ആഹ്ലാദങ്ങളുടേതും പൊട്ടിച്ചിരികളുടേതുമാക്കി മാറ്റാൻ പറ്റും. ഇവിടെ പക്ഷേ നമുക്ക് സാധിക്കാതെ പോകുന്നത് ഈ വ്യത്യസ്തതകളിലേക്ക് ഇറങ്ങുവാൻ നമുക്ക് സാധിക്കുന്നില്ല, ഈ വ്യത്യസ്തതകൾ കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ജീവിതം വ്യത്യസ്തതകളുടെ ഒരു വലിയ ലോകമാക്കി മാറ്റാൻ കഴിയണം. എല്ലാ ദിവസത്തെയും ഒരേപോലെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തോട് മടുപ്പ് തോന്നുമെന്നും ജീവിതം ബോറടിക്കുമെന്നും നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞാൽ ജീവിതത്തെ മനോഹരമാക്കാനുള്ള ആദ്യപടിയായി. അതിനുശേഷം ചെയ്യേണ്ടത് ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുക. മടുപ്പില്ലാതെ ഹൃദയത്തിൽ തൊട്ട് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. പ്രണയത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്? വിവാഹത്തിന് മുമ്പ് വളരെ വളരെ മനോഹരമായിട്ടുള്ള പ്രണയമായിരിക്കും. എത്ര വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാലും ആ പ്രണയം സുന്ദരമായിരിക്കും. അത് നന്നായിട്ട് നമ്മൾ ആസ്വദിക്കും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ആ പ്രണയം ജീവിതമായി കഴിയുമ്പോൾ പിന്നീട് ജീവിതത്തിനപ്പുറം ആ പ്രണയത്തെ ചേർത്ത് പിടിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. എന്തുകൊണ്ടാണ്? അവിടെ വ്യത്യസ്തതകൾ രൂപപ്പെടുന്നില്ല. നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് എല്ലാം വ്യത്യസ്തമാണ്. നിങ്ങൾ പല പല ഹോട്ടലുകളിൽ കയറുന്നു, പല പല കാഴ്ചകൾ കാണുന്നു, പല സ്ഥലങ്ങളിൽ ഒന്നിച്ചു പോകുന്നു. അതൊക്കെ വ്യത്യസ്തതകളാണ്. മറിച്ച് വിവാഹത്തിന് ശേഷമുള്ള ജീവിതം അത് ഒരു വീടിനുള്ളിൽ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം. എല്ലാ ദിവസവും ഒരേപോലെ മുന്നോട്ട് പോകുമ്പോൾ മെല്ലെ മെല്ലെ
ആ ഒരു സ്നേഹത്തിന് ഒരകലച്ച, വിള്ളലുകൾ രൂപപ്പെടും. അതിന്റെ ഭംഗി മെല്ലെ നഷ്ടപ്പെടും. കാരണം അവിടെ വ്യത്യസ്തതകളൊന്നുമില്ല. എല്ലാ ദിവസവും ഒരേപോലെ കടന്നു പോകുമ്പോൾ ആ ദിവസങ്ങൾ അരോചകമായി മാറും. അവിടെ നമുക്കുണ്ടാവേണ്ടത്, ആ ജീവിതത്തിൽ എപ്പോഴൊക്കെ നമുക്ക് വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ സാധിക്കുന്നുവോ ആ ബന്ധങ്ങളൊക്കെ വീണ്ടും പുതുക്കപ്പെടും. പുതിയ രീതിയിൽ അത് യാത്ര ചെയ്യാൻ തുടങ്ങും. എല്ലാ ദിവസങ്ങളെയും വ്യത്യസ്തമാക്കുക എന്നുള്ളതാണ് ജീവിതത്തോട് മടുപ്പ് തോന്നാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി. അതുകൊണ്ട് ജീവിതയാത്ര റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരു യാത്രയാക്കി മാറ്റാതിരിക്കുക. എല്ലാ ദിവസവും ഒരേപോലെയുള്ള യാത്രയാവരുത് ജീവിതത്തിന്റെ യാത്ര. എല്ലാ ദിവസങ്ങളും വ്യത്യസ്തമാക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആ ജീവിതം തന്നെ വളരെ മനോഹരമാണ്. അതോടൊപ്പം നമുക്ക് ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങളെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. കാരണം അതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത് സന്തോഷവും സംതൃപ്തിയും, നേരത്തെ പറഞ്ഞതുപോലെ ആഹ്ലാദങ്ങളും പൊട്ടിച്ചിരികളും ഒക്കെയാണ്. അപ്പോൾ മറക്കണ്ട, നല്ല ബന്ധങ്ങളൊക്കെ ആ ബന്ധങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നല്ല മുഹൂർത്തങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിലൂടെയാണ് എന്ന് സ്വയം തിരിച്ചറിയാം. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നല്ലൊരു വിഷയവുമായിട്ട്. എല്ലാവർക്കും നന്ദി.